യോഗം ചേരുകയും ജനബോഡി അങ്ങോട്ട് വിളിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. സംഭവം നമുക്ക് നേരിട്ട് അറിയാവുന്ന അനുഭവങ്ങളാണ്. SYSന്റെ കഥ അതായിരുന്നു. മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബ് SYSന്റെ സെക്രട്ടറി ആയിരുന്നു കുറേ കാലഘട്ടം. ഉസ്മാൻ സാഹിബ് SYSന്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ നേതാക്കന്മാരൊക്കെ അതിന്റെ സെക്രട്ടറിമാരും വലിയ പ്രസിഡന്റുമാരും ഉണ്ട്. പക്ഷെ ആ സംഘടന എന്ന് പറഞ്ഞാൽ അവരെ അറിയാവുന്ന ഏതാനും ചില ആളുകളെ മനസ്സിൽ വരുന്ന ചില ആളുകളെ പേര് ഒരു കടലാസിലോ ഒരു ബുക്കിലോ കുറിച്ച് ഒരു പ്രസിഡന്റും സെക്രട്ടറിയും 40 അംഗമുള്ള ഒരു സഭ, ഒരു സംഘടനയായിരുന്നു SYS. അതേസമയത്ത് ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റായിക്കൊണ്ട് AP ഉസ്താദ് സെക്രട്ടറി ആയിക്കൊണ്ട് സംഘടനക്ക് പ്രവർത്തനം നൽകിയപ്പോ ബഹുമാനപ്പെട്ട PP ആണ് സത്യത്തിൽ അതിന്റെ പിന്നിൽ അന്ന് ആദ്യമായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനങ്ങള്, ബുദ്ധിപൂർവമായ കാഴ്ചകള്, ശാസ്ത്രീയമായ ചിന്താഗതികള് ആ സംഘടന ഇന്ന് എവിടെ എത്തിയെന്ന് ചിന്തിച്ചോ. SYS അത് വളർന്ന് ഈ സംഘടനയ്ക്ക് യൂണിറ്റ് ഇല്ലാത്ത ഒരൊറ്റ മഹല്ലുകളും നമ്മുടെ കേരളത്തിൽ കാണുകയില്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഡൽഹിയിലും മറ്റ് ഗൾഫ് നാടുകളൊക്കെ അതിന്റെ സംഘടനകളും പ്രവർത്തനങ്ങളുമുണ്ട്. ആ സംഘടനയ്ക്ക് ഇന്ന് ഒരുപാട് നമ്മുടെ മർക്കസ് അടക്കം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി ഏറെക്കാലം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട PP. അദ്ദേഹം ആ സംഘടന വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ശക്തിവത്തായി നടത്തിയതുകൊണ്ട് ഇന്ന് ആ സംഘടന വളർന്നു. SYSനെ മറികടക്കാൻ ഇന്ന് ഒരു ശക്തിക്കും സാധ്യമല്ലാത്ത രൂപത്തിൽ സംഘടന വളർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പോലത്തെ, EK ഹസൻ മുസ്ലിയാരെ പോലത്തെ, MA ഉസ്താദിനെ പോലത്തെ മഹാന്മാരായ ആളുകളുടെ നേതൃത്വവും അവരുടെ വലിയ ശ്രമവും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നീണ്ടകാലത്തെ ജോയിന്റ് സെക്രട്ടറി, വളരെ പ്രാവശ്യങ്ങൾ അദ്ദേഹം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അദ്ദേഹമായിരുന്നു ഇതിന് പ്രവർത്തകൻ. ആ സംഘടനയുടെ വളർച്ചയിൽ PP ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കാണുന്ന SMA, അത് ജനറൽ സെക്രട്ടറി KK അഹമ്മദ് ഹുസൈൻ അവിടെ ഉണ്ട്. അദ്ദേഹം പറയും അത് പ്രവർത്തകന്മാരെ പൈസയൊക്കെ ഇവിടെ ഉണ്ട്. സത്യത്തില് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു 5-8 വർഷം മാത്രമേ അതിന് പ്രായമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ആ യൂണിറ്റുകളിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട്, ഭാരവാഹികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ SYSനെ പോലെ വളർന്നു പന്തലിച്ച ഒരു സംഘടനയായി ഇന്ന് SMA മാറിയിട്ടുണ്ട്. SYSന് ഒരുപാട് കൊല്ലത്തെ പഴക്കമുണ്ട്. പ്രവർത്തനത്തിന്റെ ശക്തി അടുത്ത കാലത്താണെങ്കിലും പഴയ കാലത്തെ SYS ഉണ്ട്. ഇവിടെ SMA തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലങ്ങളും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിയാണ്, അദ്ദേഹത്തിന്റെ ചിന്തയാണ്, ഫസ്റ്റിൽ അദ്ദേഹം തന്നെയാണ് അതിന്റെ സൂത്രധാരകൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണല്ലോ ഇവിടെ ഉള്ളത്. കൂടെ അങ്ങനെ പറയട്ടെ, മഹല്ലത്തുകളിൽ പള്ളിയിലും മദ്രസിന്റെയും കാര്യങ്ങളില്ല മറുഭാഗത്തെ അപേക്ഷിച്ച് ചിലപ്പോൾ നമ്മൾ പുറകിൽ തന്നെ ആയിരിക്കാം. കാരണം മഹല്ലത്ത് പലതും രാഷ്ട്രീയത്തിന്റെയും മറ്റും പല പേരിൽ മറുഭാഗത്താണുള്ളത്. പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും നമുക്ക് ധാരാളമുണ്ടെങ്കിലും ആ രംഗത്ത് ചെറിയ ക്ഷീണം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്ത് അത് മാറും. അപ്പൊ ഈ പള്ളികളെയും അഥവാ മദ്രസകളെയും മഹല്ലുകളെ തന്നെ ഏകീകരിച്ച് ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ച മഹല്ല് ഭാരവാഹികൾ, കേരളത്തിലെ മുഴുവൻ മഹല്ലത്തിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ചുകൂടി നമ്മുടെ മദ്രസകളുടെയും പള്ളിയുടെയും ഭരണത്തിന്റെയും മഹല്ല് ഭരണത്തിന്റെയും രൂപം ഏതാകണം, നമുക്കതിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, നമ്മൾ പ്രവർത്തിച്ചാൽ എന്തെല്ലാം വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും, വളരെ ഗഹനമായി അദ്ദേഹം ആലോചിച്ച അതിനു പറ്റിയൊരു സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ഇന്ന് കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും യൂണിറ്റ് വരെ അതിന് പ്രവർത്തനങ്ങളുണ്ടെന്നാണ് എന്റെ ഓർമ്മ. വളരെ ശക്തിമത്തായ രീതിയിൽ ആ സംഘടന ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആദ്യകാലം മുതൽ മരണപ്പെടുന്നവരെ ജനറൽ സെക്രട്ടറി ആയിരുന്നു BP മൊഹീദ്ദീൻ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അതിന്റെ പ്രസിഡന്റാണ്.
ഇപ്പോൾ കെ അഹമ്മദ് മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറി. വേറെ ഒരുപാട് ഖനപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്. പക്ഷേ ഈ പ്രവർത്തകന്മാർക്കൊക്കെ ആവേശം നൽകിയതും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകിയതും ഇത്രയും പെട്ടെന്ന് ഈ സംഘടന ഇത്രമാത്രം വളർന്നു വലുതാകാൻ കാരണം പീപ്പിന്റെ പ്രവർത്തനമാണ്, നമുക്ക് മറക്കാൻ കഴിയില്ല. ആ പീപ്പി സ്ഥാപിച്ച ബൈത്തുൽ ഇസ്സ നിങ്ങൾ ചിന്തിച്ചോ, വളരെ പ്രയാസത്തോടെയാണ് ആരംഭിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയാം, പള്ളിയിൽ കയറി സുന്നത്തുമായത്തിന്റെ പള്ളിയിൽ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റത്തൽ വഅസീല, ധാരാളം ദിക്ർ ചൊല്ലണം എന്ന് പഠിപ്പിച്ച പടച്ചതമ്പുരാന്റെ പള്ളി. വമൻ അവ്വലു ഇമ്മം മന മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി, പള്ളികളിൽ വെച്ച് ദിക്റിൽ നിന്ന് തടയാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞ പള്ളി. അവിടെ കയറിയിരുന്നിട്ട് സുന്നത്തുമായത്തിന്റെ പ്രവർത്തകന്മാർക്ക് ദിക്റെല്ലാം പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം ചെറിയ വീട് വാങ്ങി അവിടെ സ്ഥാപനം ഒരു ദിക്റിന്റെ സദസ്സ് ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ശിവയിലിന്റെ ഉപ്പ സി അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് ആ ദിക്റിന് അന്ന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത പേരാണ് ബൈത്തുൽ ഇസ്സ എന്ന്. അന്ന് അതൊരു വീട് തന്നെ. അന്ന് ബൈത്തുൽ ഇസ്സ എന്നുള്ള ഇസ്മ മുസമ്മി ഒന്ന് തന്നെ ഒരു വീടാണ്, ഒരു പഴയ വീട്. അവിടുന്ന് വാങ്ങി ദിക്ർ തുടങ്ങിയതാ സത്യത്തിൽ ബിപി. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, ബൈത്തുൽ ഇസ്സ എന്ന സ്ഥാപനം വളരെ ഉയർന്നിട്ടുണ്ട്, ഇനി ഉയരേണ്ടതുണ്ട്. വളരെ ഉയർന്നു ഞാൻ പറഞ്ഞിടത്തോ മർക്കസ് പോലെ വലിയ സ്ഥാപനമായി മാറിയതൊന്നല്ല, എന്നാലും ആവേശികമായി വലിയ സ്ഥാപനം തന്നെയാ. നേരത്തെ എ പി ഉസ്താദ് പറഞ്ഞു അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ആള് ബി പി ഉസ്താദാന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണത്. അദ്ദേഹത്തിന്റെ സാഹസങ്ങള്, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങള്, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകള്, ഈ രോഗമായി കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച സമയത്ത് പോലും ബൈത്തുൽ ഇസ്സയുടെ ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോയിട്ടുണ്ട്. കൂടുതൽ സമയം നിൽക്കാൻ കഴിയാതെ തിരിച്ചു പോന്നതാണ് അദ്ദേഹത്തിന്റെ ആവേശമായിരുന്നത്. അങ്ങനെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കാൻ കെൽപ്പുള്ള തന്റേടമുള്ള ധൈര്യമുള്ള ആരോടും കണ്ട കാര്യങ്ങൾ പറയാൻ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ആശവും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പീപ്പിന്റെ ഒരു സ്വഭാവം. അയാൾ കണ്ട കാര്യം അയാൾ ആരോടും പറയും, അയാൾക്കത് പ്രശ്നമല്ല. കാരണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാരാണ് കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. കണ്യത്ത് ഉസ്താദും ശംസുൽ ഉലമയാണ് ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. മർക്കസിൽ ദർസ് ആദ്യമായി തുടങ്ങി ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് മുദരിസായിക്കൊണ്ടാണ് ആദ്യമായി തുടങ്ങുന്നത്. ദർസ് തുടങ്ങിയപ്പോ ഒരു ഫത്തുഹുൽ മീൻ, അങ്ങനെയാണല്ലോ ദർസിന്റെ സ്വഭാവം, ഓതിക്കൊടുത്തുകൊണ്ടാണ് ദർസ് അവിടെ തുടങ്ങിയത്. കണ്യത്ത് ഉസ്താദാണ് ഫത്തുൽ മീൻ കുട്ടിയൊക്കെ തുടങ്ങിക്കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദ് പറഞ്ഞു. ഈ കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അരിയത്തുണ്ട്, കൂട്ടുമലയുണ്ട്, പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും മർക്കസിന്റെ ആ ദർസിന്റെ ഉദ്ഘാടന സമയത്ത് സ്ഥലത്ത് സന്നിഹിതരായതാണ്. അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ദർസ് ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പി പി ആയിരുന്നു അന്ന് ദർസ് തുടങ്ങുന്നു. അദ്ദേഹം കണ്ണൂർ ഭാഗത്ത് എന്തൊരു സ്ഥലമുണ്ട്, അവിടെ മുദരിസായി അവിടുന്ന് പിരിഞ്ഞു പോന്നാണ് അദ്ദേഹം. ദർസ് തുടങ്ങുന്ന സമയത്ത് കണ്യത്ത് ഉസ്താദ് ദർസ് ഇങ്ങനെ 10 മണി തുടങ്ങിയപ്പോ ഒരു കുട്ടി വായിച്ചു കൊടുത്തു. പീപ്പിന്റെ ഒരു ശിഷ്യൻ, ചെറിയ കുട്ടികളല്ലേ 10 മീൻ ഓതുന്നേ. അപ്പൊ ഈ കുട്ടി വായിച്ചു കൊടുത്തപ്പോ ആ വായനയിൽ പല തെറ്റും വന്നു. ഒരു വരിയോ 2 വരിയോ ആകെ വായിച്ചിട്ടുള്ള